നമസ്കാരം. PSC സ്കോറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് ചന്ദ്രയാൻ 3 കുറിച്ചാണ്. ചന്ദ്രയാൻ 3, അതായത് ഇന്ത്യയുടെ 3ാമത്തെ ചന്ദ്രദൗത്യമാണ് ചന്ദ്രയാൻ 3. ഇന്ത്യയുടെ 3ാമത്തെ ചന്ദ്രദൗത്യമാണ് ചന്ദ്രയാൻ 3 എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ചന്ദ്രയാൻ 3 ഒരു ഫെയിലുവർ ബേസ്ഡ് ഡിസൈനാണ്. ചന്ദ്രയാൻ 3 ഒരു ഫെയിലുവർ ബേസ്ഡ് ഡിസൈനാണ്. അതായത് ചന്ദ്രയാൻ 2ൻ്റെ ഒരു ഫോളോ ഓൺ ദൗത്യമാണ് ചന്ദ്രയാൻ 3. ചന്ദ്രയാൻ 2ൻ്റെ ഒരു ഫോളോ ഓൺ ദൗത്യമാണ് ചന്ദ്രയാൻ 3. അതുകൊണ്ട് തന്നെ ഒരു ഫെയിലുവർ ബേസ്ഡ് ഡിസൈനാണ്. എന്ന് പറഞ്ഞാൽ പരാജയപ്പെടാനുള്ള സാധ്യത പരിഹരിച്ചുകൊണ്ടുള്ള ദൗത്യം. പരാജയപ്പെടാനുള്ള സാധ്യത പരിഹരിച്ചുകൊണ്ടുള്ള ഒരു ദൗത്യമാണ് ചന്ദ്രയാൻ 3. അതാണ് ഫെയിലുവർ ബേസ്ഡ് ഡിസൈൻ. ഓർത്തു വെച്ചേക്കുക, ചന്ദ്രയാൻ 3 ഒരു ഫെയിലുവർ ബേസ്ഡ് ഡിസൈനാണ്. ചന്ദ്രയാൻ 2ൻ്റെ ഒരു ഫോളോ ഓൺ ദൗത്യമാണ് ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. വിക്ഷേപണം, ചന്ദ്രയാൻ 3ൻ്റെ വിക്ഷേപണം 2023 ജൂലൈ 14 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നായിരുന്നു. 2023 ജൂലൈ 14. തീയതികളെല്ലാം വളരെ കൃത്യമായി ഓർത്തു വെച്ചേക്കുക. ചന്ദ്രയാൻ 3ൻ്റെ വിക്ഷേപണം 2023 ജൂലൈ 14 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ്. വിക്ഷേപണ വാഹനത്തിൻ്റെ പേര് LMV-3M4. വിക്ഷേപണ വാഹനത്തിൻ്റെ പേര് LMV-3M4 എന്നതാണ്. ചന്ദ്രയാൻ 3ൻ്റെ ഭാരം 3900 കിലോഗ്രാം. ചന്ദ്രയാൻ 3ൻ്റെ ഭാരം 3900 കിലോഗ്രാം. അതായത് ചന്ദ്രയാൻ 3 ഒരു ഫെയിലുവർ ബേസ്ഡ് ഡിസൈനാണ്. അതായത് പരാജയപ്പെടാനുള്ള സാധ്യത പരിഹരിച്ചുകൊണ്ടുള്ള ദൗത്യമാണ് ചന്ദ്രയാൻ 3. ചന്ദ്രയാൻ 2ൻ്റെ ഒരു ഫോളോ ഓൺ ദൗത്യമാണ് ചന്ദ്രയാൻ 3. വിക്ഷേപിച്ച തീയതി 2023 ജൂലൈ 14. 2023 ജൂലൈ 14 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത്. വിക്ഷേപണ വാഹനം LMV-3M4. ചന്ദ്രയാൻ 3ൻ്റെ ആകെ ഭാരം 3900 കിലോഗ്രാം. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലേക്ക് ചന്ദ്രയാൻ 3 എത്തിയത് 2023 ഓഗസ്റ്റ് 5-നാണ്. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലേക്ക് ചന്ദ്രയാൻ 3 എത്തിയത് 2023 ഓഗസ്റ്റ് 5. തീയതികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓഗസ്റ്റ് 5-നാണ് എത്തിയത്. അതായത് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14. 2023 ജൂലൈ 14, ജൂലൈ 7ാമത്തെ മാസമാണ്. 2023 7ാം മാസം 14-ാം തീയതി. 2023 7ാം മാസം 7, അതിൻ്റെ ഇരട്ടി 14. 2023 7ാം മാസം 14-ാം തീയതിയാണ് വിക്ഷേപിച്ചത്. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലേക്ക് എത്തിയത് 2023 ഓഗസ്റ്റ് 5-നാണ്. ഓഗസ്റ്റ് 5. ഈ സമയത്ത് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ നിന്ന് ISROയ്ക്ക് ലഭിച്ച ആദ്യത്തെ സന്ദേശം, ഈ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലേക്ക് ചന്ദ്രൻ എത്തിച്ചേർന്ന സമയത്ത് ISROയ്ക്ക് ലഭിച്ച ആദ്യ സന്ദേശം എന്ന് ചോദിച്ചാൽ, ഞാൻ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ചന്ദ്രയാൻ 3 നിന്ന് ലഭിച്ച ആദ്യത്തെ സന്ദേശമാണ് ഞാൻ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു. ഞാൻ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു. അപ്പം ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലേക്ക് ചന്ദ്രയാൻ 3 എത്തിയത് 2023 ഓഗസ്റ്റ് 5-ാം തീയതിയാണ്. ഈ സമയത്ത് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ നിന്ന് ISROയ്ക്ക് ലഭിച്ച ആദ്യ സന്ദേശമാണ് ഞാൻ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു എന്നുള്ളത്. 41 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ദക്ഷിണ ധ്രുവത്തിൽ ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തത്. 41 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ദക്ഷിണ ധ്രുവത്തിൽ ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തത്. ആ 41 ദിവസം ഓർത്തു വച്ചേക്കുക. 41 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തത്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ബഹിരാകാശ പേടകമിറക്കുന്ന ആദ്യ രാജ്യം ഇന്ത്യയാണ്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ബഹിരാകാശ പേടകമിറക്കുന്ന ആദ്യ രാജ്യം ഇന്ത്യ. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ബഹിരാകാശ പേടകമിറക്കുന്ന ആദ്യ രാജ്യം ഇന്ത്യ. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത തീയതി 2023 ഓഗസ്റ്റ് 23 വൈകുന്നേരം 6:03 സമയം. 6:03. അപ്പോൾ 2023 ഓഗസ്റ്റ് 23-നാണ് ചന്ദ്രയാൻ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തത്. ചന്ദ്രയാൻ വിക്ഷേപിച്ചത് 2023 ജൂലൈ 14-നാണ്. ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലേക്ക് പ്രവേശിച്ചത് 2023 ഓഗസ്റ്റ് 5-നാണ്. ചന്ദ്രയാൻ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തത് 2023 ഓഗസ്റ്റ് 23 വൈകുന്നേരം 6:03. ഈ സമയത്ത് ചന്ദ്രയാൻ 3 പേടകത്തിൽ നിന്നും ISROയ്ക്ക് ലഭിച്ച ആദ്യ സന്ദേശമാണ് ഇന്ത്യ ഐ റീച്ച്ഡ് മൈ ഡെസ്റ്റിനേഷൻ ആൻഡ് യു ടു എന്നുള്ളത്. ISROയ്ക്ക് ലഭിച്ച സന്ദേശം ചന്ദ്രയാൻ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത സമയത്ത് 2023 ഓഗസ്റ്റ് 23-ന് ചന്ദ്രയാൻ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത സമയത്ത്
ചന്ദ്രയാൻ 3 പേടകത്തിൽ നിന്നും ISROയ്ക്ക് ലഭിച്ച ആദ്യത്തെ സന്ദേശമാണ് ഇന്ത്യ ഐ റീച്ച്ഡ് മൈ ഡെസ്റ്റിനേഷൻ ആൻഡ് യു ടു എന്നുള്ളത്. 2 സന്ദേശങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഒന്ന്, ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ISROയ്ക്ക് ലഭിച്ച സന്ദേശമാണ്. അതിങ്ങനെയായിരുന്നു: ഞാൻ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു എന്നുള്ളത്. രണ്ടാമത് പറഞ്ഞത് ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തതിന് ശേഷം ISROയ്ക്ക് ലഭിച്ച ആദ്യത്തെ സന്ദേശമാണ് ഇന്ത്യ ഐ റീച്ച്ഡ് മൈ ഡെസ്റ്റിനേഷൻ ആൻഡ് യു ടു എന്നുള്ളത്. അടുത്തത്, ചന്ദ്രനിലുള്ള ഗർത്തങ്ങളായ മാൻസിനസ്, സിംപോളിസസ് എന്നിവയ്ക്കിടയിലുള്ള സമതലത്തിലാണ് ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തത്. ചന്ദ്രനിലുള്ള ഗർത്തങ്ങൾ, 2 ഗർത്തങ്ങളുടെ പേരാണ് പറയുന്നത്. ചന്ദ്രനിലുള്ള ഗർത്തങ്ങളായ മാൻസിനസ്, സിംപോളിസസ് എന്നിവയ്ക്കിടയിലുള്ള സമതലത്തിലാണ് ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തത്. അപ്പോൾ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത സമതലം 2 ഗർത്തങ്ങൾക്ക് സമീപമുള്ളതാണ് മാൻസിനസ്, സിംപോളിസസ്. ചന്ദ്രനിലുള്ള ഗർത്തങ്ങളായ മാൻസിനസ്, സിംപോളിസസ് എന്നിവയ്ക്കിടയിലുള്ള സമതലത്തിലാണ് ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തത്. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ എത്തിച്ചേരുന്ന ആദ്യ രാജ്യവും ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യവുമാണ് ഇന്ത്യ. ആദ്യത്തെ 3 രാജ്യങ്ങൾ, 1-ാം സ്ഥാനം റഷ്യയാണ് 1966, 2-ാം സ്ഥാനം അമേരിക്ക 1966, 3ാമത് എത്തിച്ചേർന്നത് ചൈനയാണ് 2013, 4-ാം സ്ഥാനത്തുള്ളത് ഇന്ത്യ. 1 റഷ്യ, 2 അമേരിക്ക, 3 ചൈന. 1 റഷ്യ, 2 അമേരിക്ക, 3 ചൈന, 4 ഇന്ത്യ. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഈ 4 രാജ്യങ്ങളുടെ പേര് ഓർമ്മിച്ച് വയ്ക്കുക: 1 റഷ്യ, 2 അമേരിക്ക, 3 ചൈന. റഷ്യ, അമേരിക്ക, ചൈന, ഇന്ത്യ. റഷ്യ, അമേരിക്ക, ചൈന, ഇന്ത്യ. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. 1 റഷ്യ, 2 അമേരിക്ക, 3 ചൈന. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത സ്ഥലം അറിയപ്പെടുന്ന പേരാണ് ശിവശക്തി പോയിന്റ്. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത സ്ഥലം അറിയപ്പെടുന്ന പേരാണ് ശിവശക്തി പോയിന്റ്. ഈ സ്ഥലത്തിന് ശിവശക്തി പോയിന്റ് എന്ന് പേര് നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്ര മോഡിയാണ്. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത സ്ഥലം അറിയപ്പെടുന്ന പേരാണ് ശിവശക്തി പോയിന്റ്. ആ ശിവശക്തി പോയിന്റ് എന്ന് പേര് നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അപ്പോൾ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. 1ാമത് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് റഷ്യയാണ് 1966, 2ാമത് അമേരിക്കയാണ് 1966 തന്നെയാണ്, 3ാമത് ചൈന 2013, 4ാമത് ഇന്ത്യ 2023. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത സ്ഥലം അറിയപ്പെടുന്ന പേരാണ് ശിവശക്തി പോയിന്റ്. ഈ പേര് നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇനി സോഫ്റ്റ് ലാൻഡ് ചെയ്ത ഓഗസ്റ്റ് 23 തീയതി ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുവാൻ ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിച്ചു. അപ്പോൾ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 23. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത ദിവസമാണ് ഓഗസ്റ്റ് 23. തീയതി 2023 ഓഗസ്റ്റ് 23 അതുകൊണ്ട് ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നു. ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ചോദ്യം. ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമാണ്. അടുത്തത്, സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുൻപുള്ള 15 മിനിറ്റിനെ ISRO ചെയർമാൻ എസ് സോമനാഥ് വിശേഷിപ്പിച്ചത് 15 മിനിറ്റ് ഓഫ് ടെറർ എന്നാണ്. സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുൻപുള്ള 15 മിനിറ്റിനെ ISROയുടെ ചെയർമാൻ എസ് സോമനാഥ് വിശേഷിപ്പിച്ചത് 15 മിനിറ്റ് ഓഫ് ടെറർ. 15 മിനിറ്റ് ഓഫ് ടെറർ. ഒന്നും മറക്കരുത്, എല്ലാം പഠിച്ചു വെക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുൻപുള്ള 15 മിനിറ്റിനെ ചെയർമാൻ എസ് സോമനാഥ് വിശേഷിപ്പിച്ചത് 15 മിനിറ്റ് ഓഫ് ടെറർ. 15 മിനിറ്റ് ഓഫ് ടെറർ എന്നാണ്. ചന്ദ്രയാൻ 3 ദൗത്യ ലക്ഷ്യങ്ങളാണ് പറയുന്നത്. അടുത്തത്, ചന്ദ്രയാൻ 3 ദൗത്യങ്ങൾ. ആ ദൗത്യം എന്തിനായിരുന്നു? ചന്ദ്രയാൻ 3 ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? 1, ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതമായ സോഫ്റ്റ് ലാൻഡ് സാധ്യമാകുമെന്ന് ബോധ്യപ്പെടുത്തുക. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ സുരക്ഷിതമായ സോഫ്റ്റ് ലാൻഡ് സാധ്യമാകുമെന്ന് മറ്റു രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുക. ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതമായ സോഫ്റ്റ് ലാൻഡ് സാധ്യമാകുമെന്ന് ബോധ്യപ്പെടുത്തുക. രണ്ടാമത്തത്, റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് കാണിക്കുക. 3, സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുക. ഇതാണ് ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ലക്ഷ്യങ്ങൾ. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ലക്ഷ്യങ്ങളാണ്: ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതമായ സോഫ്റ്റ് ലാൻഡ് സാധ്യമാകുമെന്ന് ബോധ്യപ്പെടുത്തുക, റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് കാണിക്കുക, സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുക. അതായത് സോഫ്റ്റ് ലാൻഡ് സാധ്യമാകുമെന്ന് കാണിക്കുക, റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് കാണിക്കുക, ശാസ്ത്രീയമായ പരീക്ഷണങ്ങൾ നടത്തുക എന്നുള്ളത്. ചന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ പേരാണ് വിക്രം. ചന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ പേര് വിക്രം എന്നാണ്. വിക്രം എന്ന വാക്കിൻ്റെ അർത്ഥം ധൈര്യം എന്നാണ്.
ചന്ദ്രയാൻ 3 റോവറിൻ്റെ പേരാണ് പ്രഗ്യാൻ. പ്രഗ്യാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ജ്ഞാനം എന്നാണ്. അപ്പോൾ ലാൻഡറിൻ്റെ പേര് വിക്രം, റോവറിൻ്റെ പേര് പ്രഗ്യാൻ എന്നാണ്. ലാൻഡറിൻ്റെ പേര് വിക്രം, റോവറിൻ്റെ പേര് പ്രഗ്യാൻ. ഒരു ചന്ദ്രദിനം, അതായത് ഭൂമിയിലെ 14 ദിനങ്ങളാണ് പര്യവേക്ഷണ കാലമായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു ചന്ദ്രദിനം എന്ന് പറയുന്നത് ഭൂമിയിലെ 14 ദിനങ്ങളാണ്. ഈ 14 ദിനങ്ങളാണ് പര്യവേഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ചന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ പരീക്ഷണ ലാൻഡിംഗ് നടത്തിയത് തമിഴ്നാട്ടിലെ നാമക്കൽ എന്ന സ്ഥലത്താണ്. ചന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ പരീക്ഷണ ലാൻഡിംഗ് നടത്തിയത് തമിഴ്നാട്ടിലെ നാമക്കൽ എന്ന സ്ഥലത്താണ്. അതായത് നാമക്കൽ PSC പരീക്ഷകളിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് മുട്ട ഉൽപ്പാദനത്തിന് പ്രസിദ്ധമായ തമിഴ്നാട്ടിലെ പ്രദേശമാണ് നാമക്കൽ. മുട്ട ഉൽപ്പാദനത്തിന് പ്രസിദ്ധമായ തമിഴ്നാട്ടിലെ സ്ഥലം നാമക്കലാണ്. അതുപോലെ പഠിച്ചു വെക്കണം. ഈ നാമക്കലാണ് ചന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ പരീക്ഷണ ലാൻഡിംഗ് നടത്തിയത് ഈ നാമക്കൽ എന്ന സ്ഥലത്ത് വെച്ചാണ്. ഇനി വിക്രം ലാൻഡറിനെ പറ്റിയാണ് പറയുന്നത്. ചന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ പേരാണ് വിക്രം. ഇന്ത്യയുടെ 3 പേ ലോഡുകളാണ് ഈ ലാൻഡറിൽ ഉള്ളത്. വിക്രം എന്ന് പറയുന്ന ലാൻഡറിലുള്ളത് ഇന്ത്യയുടെ 3 പേ ലോഡുകളാണ്. ഒന്ന് റാംഭ LP, രണ്ടാമത്തത് CHASTE, 3 ILSA. ഇങ്ങനെ 3 പേ ലോഡുകളാണ് ലാൻഡറിലുള്ളത്. ഒന്നാമത്തത് അതിനെ നമുക്ക് പഠിക്കാം. എന്താ റാംഭ LP? അതായത് അതിൻ്റെ ഫുൾ ഫോം റാംഭ LP എന്ന് പറയുന്നത് റേഡിയോ അനാട്ടമി ഓഫ് മൂൺ ബൗണ്ട് ഹൈപ്പർ സെൻസിറ്റീവ് അയണോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ ലാങ്മ്യൂർ പ്രോബ് എന്നാണ്. റാംഭ LP എന്ന് പറയുന്നത് റേഡിയോ അനാട്ടമി ഓഫ് മൂൺ ബൗണ്ട് ഹൈപ്പർ സെൻസിറ്റീവ് അയണോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ ലാങ്മ്യൂർ പ്രോബ് എന്നതാണ് റാംഭ LP എന്ന് പറയുന്നത്. വളരെ ശ്രദ്ധിച്ചു പഠിക്കുക. വിക്രം എന്ന ലാൻഡറിൽ ഇന്ത്യയുടെ 3 പേലോഡുകളാണ് ഉണ്ടായിരുന്നത്. അതിലൊരു പേലോഡിൻ്റെ പേര് റാംഭ LP എന്നാണ്. റേഡിയോ അനാട്ടമി ഓഫ് മൂൺ ബൗണ്ട് ഹൈപ്പർ സെൻസിറ്റീവ് അയണോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ ലാങ്മ്യൂർ പ്രോബ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ചന്ദ്ര ഉപരിതലത്തിലെ പ്ലാസ്മ സാന്ദ്രതയും അതിൻ്റെ മാറ്റങ്ങളും കണ്ടെത്താൻ ഉപയോഗിക്കുന്നു. ചന്ദ്ര ഉപരിതലത്തിലെ പ്ലാസ്മ സാന്ദ്രതയും അതിൻ്റെ മാറ്റങ്ങളും കണ്ടെത്താൻ ഉപയോഗിക്കുന്നതാണ് റാംഭ LP എന്ന് പറയുന്നത്. ചന്ദ്ര ഉപരിതലത്തിലെ പ്ലാസ്മ സാന്ദ്രതയും അതിൻ്റെ മാറ്റങ്ങളും കണ്ടെത്താൻ സഹായിക്കുന്നു. മറ്റൊരു പേലോഡാണ് CHASTE. ചന്ദ്രാസ് സർഫേസ് തെർമോഫിസിക്കൽ എക്സ്പെരിമെൻറ്റ്. ചന്ദ്രാസ് സർഫേസ് തെർമോഫിസിക്കൽ എക്സ്പെരിമെൻറ്റ് CHASTE. ചന്ദ്രാസ് സർഫേസ് തെർമോഫിസിക്കൽ എക്സ്പെരിമെൻറ്റ് ചന്ദ്രൻ്റെ പോളാർ റീജിയൻ്റെ സമീപത്തെ ചന്ദ്ര ഉപരിതലത്തിലെ രാസവസ്തുക്കൾ സംബന്ധിച്ച് വിവരം വിശകലനം ചെയ്ത് താപ വ്യതിയാനങ്ങളെക്കുറിച്ച് പഠിക്കാനാണ് ഇതിൻ്റെ ലക്ഷ്യം. CHASTE എന്ന് പറയുന്നത് ചന്ദ്ര സർഫേസ് തെർമോഫിസിക്കൽ എക്സ്പെരിമെൻറ്റ് ചന്ദ്രൻ്റെ പോളാർ റീജിയൻ്റെ സമീപത്തെ ചന്ദ്ര ഉപരിതലത്തിലെ രാസവസ്തുക്കൾ സംബന്ധിച്ച വിവരം വിശകലനം ചെയ്ത് താപ വ്യതിയാനങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. റാംഭ LP എന്ന് പറയുന്നത് ചന്ദ്ര ഉപരിതലത്തിലെ പ്ലാസ്മ സാന്ദ്രതയും അതിൻ്റെ മാറ്റങ്ങളും കണ്ടെത്താൻ ഉപയോഗിക്കുന്നതാണ് റാംഭ LP. CHASTE എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ പോളാർ റീജിയൻ്റെ സമീപത്തെ ചന്ദ്ര ഉപരിതലത്തിലെ രാസവസ്തുക്കൾ സംബന്ധിച്ച വിവരം വിശകലനം ചെയ്ത് താപ വ്യതിയാനങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. മൂന്നാമത്തത് ILSA, ഇൻസ്ട്രുമെൻ്റ് ഫോർ ലൂണാർ സീസ്മിക് ആക്ടിവിറ്റി. ILSA, ഇൻസ്ട്രുമെൻ്റ് ഫോർ ലൂണാർ സീസ്മിക് ആക്ടിവിറ്റി എന്നാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര്. ലാൻഡർ ഇറങ്ങുമ്പോൾ പ്രതലത്തിലെ പ്രകമ്പനങ്ങൾ അളക്കുകയും പ്രതലത്തിൻ്റെ മേൽഭാഗം ചിത്രീകരിക്കുകയും ചെയ്യുന്നത് ILSA ആണ്. ലാൻഡർ ഇറങ്ങുമ്പോൾ പ്രതലത്തിലെ പ്രകമ്പനങ്ങൾ അളക്കുകയും പ്രതലത്തിൻ്റെ മേൽഭാഗം ചിത്രീകരിക്കുകയും ചെയ്യുന്നത് ILSA. അപ്പോൾ വിക്രം ലാൻഡറിൽ ഉണ്ടായിരുന്ന ഇന്ത്യയുടെ 3 പേലോഡുകളാണ് റാംഭ LP, CHASTE, ILSA, ഈ പറഞ്ഞ 3 ഇനി വിക്രം ലാൻഡറിലുള്ള നാസയുടെ ഒരു പേലോഡ് ഉണ്ടായിരുന്നു. വിക്രം ലാൻഡറിലുള്ള നാസയുടെ പേലോഡാണ് LRA എന്നറിയപ്പെടുന്നത്. ലേസർ റെട്രോ റിഫ്ലക്ടർ അറേ എന്നാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര്. വിക്രം ലാൻഡറിലുള്ള നാസയുടെ പേലോഡാണ് LRA, അതായത് ലേസർ റെട്രോ റിഫ്ലക്ടർ അറേ. ലേസർ രശ്മികൾ ഉപയോഗിച്ച് ചന്ദ്ര ഉപരിതലത്തിലെ ദൂരം കണക്കാക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ലേസർ രശ്മികൾ ഉപയോഗിച്ച് ചന്ദ്ര ഉപരിതലത്തിലെ ദൂരം നിർണ്ണയിക്കാൻ ചന്ദ്ര ഉപരിതലത്തിലെ ദൂരം കണക്കാക്കാൻ ഉപയോഗിക്കുന്നു. വിക്രം ലാൻഡറിലുള്ള നാസയുടെ പേലോഡാണ് LRA, ലേസർ റെട്രോ റിഫ്ലക്ടർ അറേ. ലേസർ രശ്മികൾ ഉപയോഗിച്ച് ചന്ദ്ര ഉപരിതലത്തിൽ ദൂരം കണക്കാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അടുത്ത റോവറിൽ 2 പേലോഡുകൾ ഉണ്ടായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ ലാൻഡറിൽ ഉണ്ടായിരുന്ന പേലോഡുകളെ പറ്റിയാണ്. റോവറിൽ 2 പേലോഡുകളുണ്ട്. ഒരു പേലോഡിൻ്റെ പേര് LIBS ലിബ്സ് എന്നാണ്. LIBS റോവറിലുള്ള ഒരു പേലോഡാണ് LIBS. അതായത്
ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ്, LIBS, ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ് ലാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് മണ്ണിൻ്റെയും പാറകളുടെയും മൂലക ഘടന നിർണ്ണയിക്കാനാണ് LIBS ഉപയോഗിക്കുന്നത്. ലാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് മണ്ണിൻ്റെയും പാറകളുടെയും മൂലക ഘടന നിർണ്ണയിക്കൽ. ആദ്യമായിട്ട് കണ്ടെത്തിയ സൾഫറിൻ്റെ സാന്നിധ്യമാണ് LIBS. സൾഫറിൻ്റെ സാന്നിധ്യം കണ്ടെത്തി. അപ്പോൾ റോവറിൽ ഉള്ള 2 പേലോഡുകളിൽ ഒന്നാണ് LIBS. LIBS എന്ന് പറയുന്നത് ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ്. ലാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് മണ്ണിൻ്റെയും പാറകളുടെയും മൂലക ഘടന നിർണ്ണയിക്കാനാണ് LIBS ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ പേലോഡാണ് APXS, ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ. APXS എന്ന് പറയുന്നത് ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ. എന്താ? ചന്ദ്രൻ്റെ ഉപരിതലത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി രാസഘടനയെയും ധാതുഘടനയെയും കുറിച്ച് പഠിക്കാൻ APXS ഉപയോഗിക്കുന്നത് ചന്ദ്രൻ്റെ ഉപരിതലത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി രാസഘടനയെയും ധാതുഘടനയെയും കുറിച്ച് പഠിക്കാനാണ്. ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ. ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ ചന്ദ്രൻ്റെ ഉപരിതലത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി രാസഘടനയെയും ധാതുഘടനയെയും കുറിച്ച് പഠിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇനിയൊരു പ്രൊപ്പൽഷൻ മൊഡ്യൂൾ പേലോഡുണ്ട്. അതിൻ്റെ പേര് ഷേപ്പ് എന്നാണ്. ചന്ദ്രയാൻ 3 ഒരു പ്രൊപ്പൽഷൻ മൊഡ്യൂൾ പേലോഡിൻ്റെ പേരാണ് ഷേപ്പ്, SHAPE, ഷേപ്പ്. എന്താ? സ്പെക്ട്രോ പോളാരിമെട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത്. ഷേപ്പിൻ്റെ പൂർണ്ണ രൂപമാണ് സ്പെക്ട്രോ പോളാരിമെട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത്, ഷേപ്പ്. ചന്ദ്രയാൻ 3 ഒരു പ്രൊപ്പൽഷൻ മൊഡ്യൂൾ പേലോഡിൻ്റെ പേരാണ് ഷേപ്പ് എന്ന് പറയുന്നത്. ചന്ദ്രയാൻ 3 വിക്ഷേപണ സമയത്ത് ISROയുടെ ചെയർമാൻ S സോമനാഥ്. ചന്ദ്രയാൻ 3 വിക്ഷേപണ സമയത്ത് ISROയുടെ ചെയർമാനാണ് S സോമനാഥ്. VSSCയുടെ ഡയറക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ. VSSCയുടെ ഡയറക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ. ചന്ദ്രയാൻ 3 പ്രോജക്റ്റ് ഡയറക്ടറാണ് P വീരമുത്തുവേൽ. വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഈ സെഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ചന്ദ്രയാൻ 3 പ്രോജക്റ്റ് ഡയറക്ടറാണ് P വീരമുത്തുവേൽ. പ്രോജക്റ്റ് ഡയറക്ടർ, പ്രോജക്റ്റിൻ്റെ P, ആ പിയിൽ നിന്ന് ഉത്തരം ആരംഭിക്കും. പ്രോജക്റ്റ് ഡയറക്ടർ P വീരമുത്തുവേൽ. ചന്ദ്രയാൻ 3 പ്രോജക്റ്റ് ഡയറക്ടർ P വീരമുത്തുവേൽ. ISROയുടെ ചെയർമാൻ S സോമനാഥ്. VSSCയുടെ ഡയറക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ. ചന്ദ്രയാൻ 3 പ്രോജക്റ്റ് ഡയറക്ടർ P വീരമുത്തുവേൽ. ചന്ദ്രയാൻ 3 ഡെപ്യൂട്ടി പ്രോജക്റ്റ് ഡയറക്ടർ K കൽപ്പന. ചന്ദ്രയാൻ 3 ഡെപ്യൂട്ടി പ്രോജക്റ്റ് ഡയറക്ടർ K കൽപ്പന. മിഷൻ ഡയറക്ടർ മോഹനകുമാർ. ചന്ദ്രയാൻ 3 മിഷൻ ഡയറക്ടർ മോഹനകുമാർ. മിഷൻ ഡയറക്ടർ മോഹനകുമാറാണ്. അപ്പോൾ ISROയുടെ ചെയർമാൻ S സോമനാഥ്, VSSCയുടെ ഡയറക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ, ചന്ദ്രയാൻ 3 പ്രോജക്റ്റ് ഡയറക്ടർ P വീരമുത്തുവേൽ, ചന്ദ്രയാൻ 3 ഡെപ്യൂട്ടി പ്രോജക്റ്റ് ഡയറക്ടർ K കൽപ്പന, മിഷൻ ഡയറക്ടർ മോഹനകുമാർ. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുമായി സംസാരിക്കാനുണ്ടായിരുന്നത്. നന്നായി പഠിക്കുക. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കേൾക്കാം. താങ്ക് യു.